ഇപ്രാവശ്യത്തെ മോൻ്റെ അവധിക്ക് ഞങ്ങൾ അബുദാബിയിലെത്തി. ഞങ്ങളെ കൂട്ടാനായി മോൻ എയർപോർട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അബുദാബിയിലെ പൈനാപ്പിൾ ടവറും ഇതുപോലുള്ള നല്ല ബിൽഡിങ്സ് ഒക്കെ കണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലത്തെത്തി. എയർപോർട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ ദൂരമുണ്ട് നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റിലെത്താൻ. ഈ കാണുന്ന ഗേറ്റ് ടവറിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് അബുദാബിയിലെ 12th ഹയസ്റ്റ് ബിൽഡിംഗ് ആണ്. വരുന്ന വഴിക്ക് കുറേ നല്ല ബിൽഡിങ്സുകളൊക്കെ കണ്ട് പെട്ടെന്ന് ഇവിടെ എത്തി. ഗേറ്റ് ടവറിൽ 25ാമത്തെ നിലയിലാണ് നമ്മുടെ റൂം. ഇത് ടോട്ടൽ 64 നിലയുള്ള ഫ്ലാറ്റാണ്. 1 വർഷം മുമ്പ് മോൻ അബുദാബി വാങ്ങിച്ച ഫ്ലാറ്റാണ് ഇത്. അന്ന് മുതലുള്ള ആഗ്രഹമായിരുന്നു ഇവിടെ വരണം, കാണണം എന്നൊക്കെ ഉള്ളത്. ഇപ്പോഴാണ് നടന്നത്. ഈ വീട് വാങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ റെന്റിനുള്ള ആളെ കിട്ടി. അവരായിരുന്നു ഇവിടെ താമസം. അവരിപ്പം കാലിയാക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് ചേഞ്ചസ് കൂടെ ഇതിൽ വരുത്തിയിട്ടുണ്ട്. ആദ്യം റെന്റിന് വന്നവർക്ക് ഫർണിച്ചർ ഒന്നും ഇല്ലാതായിരുന്നു നമ്മൾ കൊടുത്തത്. ഇപ്പം വീട്ടിൽ വേണ്ടപ്പെട്ട എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും ഹോം സ്റ്റേ ആയിട്ടാണ് റൂം കൊടുക്കുന്നത്. ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വ്യൂ ആ. ഈ അടുത്ത് കാണുന്നതൊക്കെ ലക്ഷറി അപ്പാർട്ട്മെന്റുകളാ. നമുക്ക് ഇവിടുന്ന് ലിവിംഗ് റൂമിൽ നോക്കുമ്പോഴും ബെഡ്റൂമിൽ നോക്കുമ്പോഴും ഒക്കെ ഈ ഒരു വ്യൂ ആ. റോഡ് ക്രോസ് ചെയ്യാനുള്ള നടപ്പാലം ഒക്കെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ 5th ഫ്ലോറിൽ ജിമ്മും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 5ാമത്തെ ഫ്ലോറിൽ നിന്ന് ഇറങ്ങുന്നതാണ് ഈ കാണുന്ന സ്വിമ്മിംഗ് പൂള്. ഇവിടെ 2 സ്വിമ്മിംഗ് പൂളുകളും പ്ലേ ഗ്രൗണ്ടും, കൊച്ചുകുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട് ഇവിടെ തന്നെ ഉണ്ട്. ഇത് നമ്മുടെ ലിവിംഗ് റൂമാണ്. ഇവിടെ ഫാമിലി ആയിട്ട് വരുന്നവർക്ക് 6 പേർക്ക് വരെ താമസിക്കാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇത് സോഫ കം ബെഡാ. കിച്ചൺ ഓപ്പൺ കിച്ചണാണ്. പിന്നെ ഒരു ബെഡ്റൂം കൂടെ ഉള്ളത്. ഇതിലും TV വെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ രണ്ടുപേരും അപ്പയെ കണ്ട സന്തോഷത്തിലാണ്. ഇവിടുന്ന് പുറത്തോട്ട് നോക്കുമ്പോഴും ലിവിംഗ് റൂമിൽ നിന്ന് നോക്കുന്ന അതേ വ്യൂ തന്നെയാണ്. കിച്ചണിലും വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഫ്രിഡ്ജും സ്റ്റൗവും ഓവനും അങ്ങനെ കിച്ചണിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്റ്റോർ റൂമും. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയ റൂമിലാണ് വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്നത്. ഇനി ഞങ്ങളൊന്ന് ഫ്രഷായിട്ട് പാല് കാച്ചൽ ചടങ്ങ് നടത്താൻ പോവുക. അതിനു മുമ്പ് കുഞ്ഞുങ്ങൾ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇനി പാല് കാച്ചാൻ അടുപ്പത്ത് വെക്കാം. നമ്മൾ ഈ വീട് വാങ്ങിച്ച ഉടൻ തന്നെ വാടകയ്ക്ക് കൊടുക്കുകയായിരുന്നു. ഇതിനു മുമ്പ് കൊടുത്തവർക്ക് ഫർണിച്ചർ ഒന്നും ഇല്ലാതെയായിരുന്നു കൊടുത്തത്. ഇനി മുതൽ ഹോം സ്റ്റേ ആയിട്ടാണ് കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഫർണിച്ചറുകളും കിച്ചണിലേക്ക് വേണ്ടുന്ന എല്ലാ സെറ്റപ്പുകളും ചെയ്തിട്ടുണ്ട്. പാല് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട്. തൂകുന്നതിന് മുമ്പ് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യുക. നമ്മളിവിടെ ഒരു 5 ദിവസത്തേനേ ഉണ്ടാവുള്ളൂ. നമ്മളിവിടുന്ന് പോകുന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ വേറെ ഫാമിലി ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അബുദാബിയിലുള്ള സീ വേൾഡും മോസ്കും പാലസും മ്യൂസിയം ഒക്കെ കാണാൻ പോകണം. ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ ആണ്. ഇപ്പം നമ്മൾ സ്വിമ്മിംഗ് പൂളിലോട്ട് വന്നതാ. 5th ഫ്ലോറിൽ നിന്ന് ഇറങ്ങുന്നത് സ്വിമ്മിംഗ് പൂളും ഗ്രൗണ്ടും ഒക്കെ ഉള്ളിടത്താണ്. 5th ഫ്ലോറിലാണ് ജിം ഉള്ളതും. ഇവിടെ മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ ആണെന്നേ തോന്നത്തുള്ളൂ. അതേപോലെ ആ മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ഇതിനോടടുത്ത് തന്നെ ഈ പ്ലേ ഗ്രൗണ്ടുകളൊക്കെ, കൊച്ചുകുട്ടികൾ കളിക്കാനുള്ള ഏരിയമെല്ലാം ഇവിടെ തന്നെയുണ്ട്. ഇത് രാത്രി ലിവിംഗ് റൂമിൽ നിന്നും പുറത്തോട്ടുള്ളൊരു വ്യൂ ആണ്. ഇവിടെ വന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ചിക്കൻ കറി വെന്തുകൊണ്ടിരിക്കുന്നു. ജീര റൈസ് ഉണ്ടാക്കാനായിട്ട് അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ഈ കോഫിയൊക്കെ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നമ്മളൊരു 5 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞ് 10 ദിവസം ദുബൈയിലും. പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോകും. ഇതൊക്കെയാണ് അബുദാബിയിൽ ഞങ്ങൾ വന്ന വിശേഷങ്ങൾ.